മടി പ്രധാനമായിട്ടും ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന പഠനം പോലെയുള്ള പഠനം, അതുപോലെ തന്നെ ജോലി, അനാലിസിസൊക്കെ വേണ്ടുന്ന ജോലി, ഇത്തരം കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ഭൂരിഭാഗം ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വലിയ മടിയാണ്. എനിക്ക് പറയാനുള്ളത്, ഈ മടി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ മടി മാറ്റാൻ പറ്റുന്നില്ല. ഈ മടി നിങ്ങൾക്ക് തോന്നുന്നത് ഒരു തെറ്റല്ല. പക്ഷേ ഈ മടി മാറ്റാൻ നിങ്ങളൊരു എഫർട്ട് എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ഈ മടി വരുന്നത്? അതും ബുദ്ധി ഉപയോഗിച്ച്, ബുദ്ധി പ്രവർത്തിപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഈ മടി വരും. അതേസമയം ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ടാത്ത ചുമ്മാ ഒരിടത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മടിയില്ല. എത്ര നേരം വേണേലും അവിടെ കുത്തിയിരിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഒരു പോയിന്റ് നിങ്ങളിരിക്കും. ഫോണിൽ കളിക്കാൻ ഒരു പോയിന്റ് നിങ്ങൾ മണിക്കൂറുകളിരിക്കും. പക്ഷേ ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ട സിറ്റുവേഷൻ, ഈ ബുദ്ധി എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ബ്രെയിൻ്റെ ഏരിയ പ്രവർത്തിപ്പിക്കേണ്ടുന്ന സാഹചര്യത്തിലാണ് ഈ മടി കൂടുതലായിട്ടും വരുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഏരിയ ഇത്രയും ഡെവലപ്പായി തലച്ചോറ് ഫുൾ സൈസിലേക്ക് നമ്മുടെ ബ്രെയിൻ എത്തിയിട്ട് ഒരു 15,000-20,000 വർഷമൊക്കെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി ആയിട്ടുണ്ടാവാം. നമ്മുടെ ബുദ്ധി അതിൻ്റെ അതിന് മുമ്പ് വരെ നമ്മൾ മൃഗങ്ങളായിട്ട് 10-65 ലക്ഷം അല്ലെങ്കിൽ 70 ലക്ഷം വർഷമായിട്ട് സാധാരണ മൃഗങ്ങളെ പോലെ. സാധാരണ മൃഗങ്ങളുടെ പ്രത്യേകത എന്താ? ദിവസം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക, ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ മൃഗങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലച്ചോറും 10-70 ലക്ഷം വർഷം ഫങ്ഷൻ ചെയ്തത് ഈ 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഫുഡ് കഴിക്കുന്നതിനും എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിക്ക് ഇരിക്കുന്ന സമയത്തും അല്ലെ ഉറങ്ങുന്നതിന് ഇതിനൊന്നും നമുക്ക് മടി തോന്നാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം നിങ്ങളുടെ ബുദ്ധിയുടെ ആ ഒരു ഏരിയയ്ക്ക് നമ്മുടെ തലച്ചോറ് ലെസ് ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, നിങ്ങളുടെ തലച്ചോറിൻ്റെ ബുദ്ധിയുടെ ഭാഗത്തേക്കാളും കുറേ കൂടി സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഫുഡ് കഴിക്കുന്നതിൻ്റെയും എൻ്റർടൈൻമെൻറ്റിൻ്റെയും റീപ്രൊഡക്ഷൻ്റെയും ആ ഒരു ഏരിയയാണ്. റെപ്റ്റൈലിയൻ ബ്രെയിൻ എന്ന് പറയും. മൃഗത്തിൻ്റെ ബുദ്ധി തന്നെയാണ് ഭൂരിഭാഗം മനുഷ്യർ. അതുപോലെ ദേഷ്യം, സങ്കടം, ഓവർ ഇമോഷൻ, ഇതെല്ലാം ആ ഏരിയയിൽ നിന്നാണ് വരുന്നത്. ആൾക്കാർക്ക് മെച്യൂരിറ്റി ഇല്ലാതെ പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം ആ റെപ്റ്റൈലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന ഏരിയയുടെ ഓവർ ആക്ടിവിറ്റിയാണ്. ഇതിനെ മാറ്റിക്കൊണ്ട് ഈ ഫ്രണ്ടൽ കോർട്ടക്സിനെ സ്പീഡ് കൂട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ റാം കൂട്ടത്തിലെ അതുപോലത്തെ ഒരു പരിപാടിയാണ് സത്യത്തിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഹാബിറ്റ്സ് ബിൽഡ് ചെയ്തെടുക്കുന്നതിലൂടെയും മെഡിറ്റേഷൻ, എക്സർസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത് ഈ ഒരു ഫ്രണ്ടൽ കോർട്ടക്സ് ഏരിയയുടെ സ്പീഡ് കൂട്ടുക, മറ്റേ മൃഗബുദ്ധിയെ താത്തിട്ട് നമ്മുടെ ശരിയായ ബുദ്ധിയുടെ ബൗദ്ധിക തലത്തിൻ്റെ സ്പീഡ് കൂട്ടുക. അങ്ങനെ ആയി കഴിയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാം.